ചെറിയ നടപടിയാണ് ബാക്കിയുള്ളത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം കൂടി വൈകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് പ്രതിയുമായി SIT സംഘം പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി CPM അതോടൊപ്പം തന്നെ NDA കക്ഷികൾ, വിവിധ കക്ഷികൾ പുറത്ത് സജ്ജരായി തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ രാവിലെ കണ്ടതിനേക്കാൾ തന്നെ അല്പം കൂടി കൂടുതൽ ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധത്തിന് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി എത്തിയ ആളുകളിൽ നല്ലൊരു വിഭാഗം ഇവിടെ തമ്പടിക്കുമ്പോൾ തന്നെ കൂടുതൽ ആളുകളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കൂടുതൽ ശക്തമായ പ്രതിഷേധം MLA അറിയിക്കുക, അത് പൊതുസമൂഹത്തിനെ കൂടി എത്തിക്കുക, ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. രാഹുൽ നമ്പർ 1 കോഴി എന്ന് എഴുതിയ രീതിയിലുള്ള ഒരു ട്രോഫിയുമായിട്ടാണ് BJP യുവമോർച്ച പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ തന്നെ രംഗത്ത് വന്നത്. എങ്കിൽ ഐ ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എന്ന ഇഷ്ടത്തെ അതല്ലെങ്കിൽ ഹൃദയബന്ധത്തെ ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കുന്ന വാചകങ്ങൾ, അത് ആദ്യഘട്ടത്തിലെ പരാതിക്കാരി രാഹുലിന്റെ അറസ്റ്റിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വിശദമായ കുറിപ്പിന്റെ ഏറ്റവും അവസാനത്തെ വാചകങ്ങളിൽ ഒന്നാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ആ വാചകങ്ങൾ ഉൾപ്പെടുന്ന വലിയ ബാനർ പതിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ പ്രവർത്തകർ രംഗത്ത് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ വാചകങ്ങൾ പതിച്ച ഒരു കപ്പിൽ ചായ കുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് സോഷ്യൽ മീഡിയയായി മാറിക്കൊണ്ടിരിക്കുന്നു കൂടിയുണ്ട്. ചുരുക്കത്തിൽ ഈ വാചകം, അതായത് ഹു കെയേഴ്സ് എന്ന രാഹുലിനെതിരെ ഉപയോഗിച്ച അതേ വാചകം പരാതിക്കാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകം കൂടി ഉൾപ്പെടുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള പ്രചരണ ആദ്യം ഹു കേസ് എന്നുള്ളതിന് സർക്കാരിന്റെ മറുപടി വി കേസ് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്നുള്ളത് സർക്കാർ, മുഖ്യമന്ത്രി തന്നെ ഉറച്ച നിലപാടെടുക്കുകയാണ്. ഇന്നലെ കേന്ദ്ര സർക്കാരിനെതിരായ സമരമായിരുന്നു. അവിടെയാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നുള്ള അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന വാചകം എഴുതിയ കപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളം കുടിച്ചത്. അങ്ങനെ ആർക്കൊപ്പം എന്ന ചോദ്യത്തിൽ ഒരു സംശയത്തിനും ഇടവരാതെ അതിജീവിതമാർക്കൊപ്പം മാത്രം ആണ് നമ്മുടെ സർക്കാർ എന്നുള്ള നിലപാട് പ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്നലത്തെ കേന്ദ്ര സർക്കാരിനെതിരായ സമരവേദി. ഇനി അറിയേണ്ടതിപ്പോൾ രാഹുലിന്റെ രണ്ടാമത്തെ ഫോൺ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫോണിന്റെ പാസ്വേഡ് ഇതുവരെ രാഹുൽ പങ്കുവച്ചിട്ടില്ല. അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. പല പ്രതികരണങ്ങളും കണ്ടിരുന്നു. ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ജയിച്ച കാര്യം കാണിച്ചു തരാം എന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിജീവിതയുടെ ഏത് ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചതെന്ന ചാറ്റുകൾ പുറത്തു വന്നപ്പോൾ കേരളം കണ്ടതാണ്. നാളെ തിരുവല്ലയിലെ ആ ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കും. ഏപ്രിൽ 8, 2024 ആ തീയതിയിലാണ് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് അതിക്രൂരമായി ആ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതെന്ന പരാതി വന്നിരിക്കുന്നത്. ആ യുവതിയുടെ മൊഴിയിൽ പറയുന്ന തീയതി ഏപ്രിൽ 8, 2024 ആ തീയതിയിൽ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷേ യുവതിയുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത്. അതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു തന്ത്രമായിരുന്നു എന്നുള്ളതാണ് ആ യുവതി മൊഴിയിൽ പറയുന്ന കാര്യം. അവിടേക്ക് തിരുവല്ലയിലേക്ക്, രാഹുലിന്റെ സ്വന്തം സ്ഥലമാണ്, അവിടേക്ക് പീഡന പരാതിയിൽ തെളിവ് ശേഖരണത്തിന് വേണ്ടി രാഹുലിനെ നാളെ പോലീസ് കൊണ്ടുപോകും. പീഡന പരാതിയിൽ ആണെന്നത് കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും തിരുവല്ല കോടതി പരിസരം ഇപ്പോൾ പ്രതിഷേധങ്ങൾ കൊണ്ട്, പ്ലക്കാർഡുകൾ കൊണ്ട്, ബാനറുകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള ബാനറുകൾ അവിടെ ഉയർന്നിട്ടുണ്ട്. BJPയുടെയും DYFIയുടെയും CPMന്റെയും യുവമോർച്ചയുടെയും ഒക്കെ ബാനറുകൾ, പ്ലക്കാർഡുകൾ അവിടെ ഉയർന്നിട്ടുണ്ട്. പ്രവർത്തകർ അവിടെ അണിനിരന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ ചീമുട്ട എറിഞ്ഞാണ് കോടതിക്ക് അകത്തേക്ക് കയറ്റി വിട്ടതെങ്കിൽ ഇനി തിരിച്ചിറങ്ങുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല. കേരളത്തിന്റെ ഒരു MLAക്കാണ് ഇത്രയും ഗതികേടുള്ളത്. കേരളം തലകുനിക്കേണ്ട സ്ഥിതിയാണ്. സ്പീക്കർ, നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിലും അയോഗ്യനാക്കാനുള്ള നടപടികൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അതിന് തുടർ നടപടികൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇത്രയും ഗതികേട് മറ്റൊരു MLAക്കും എന്തായാലും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. പീഡന പരാതിയിൽ ഇപ്പോൾ SIT കസ്റ്റഡിയിലേക്ക് 3 ദിവസത്തെ SIT കസ്റ്റഡിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഇനി അന്വേഷണവുമായി രാഹുലിനെ സഹകരിച്ചേ മതിയാകൂ. ഈ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. അതായത് 16-ാം തീയതി, ഈ വരുന്ന വെള്ളിയാഴ്ചയായിരിക്കും രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇനി പരിഗണിക്കുക.